ഇവിടെ ഞായറാഴ്ച കഴിഞ്ഞാൽ ബീഫും മറ്റും മറിച്ചൊക്കെ ആയിട്ട് നല്ലൊരു ഉത്സവ പ്രതീതിയായിരിക്കും ഞായറാഴ്ച ഇവിടെ ഉണ്ടാകുക. ഈ ഉരുളുപൊട്ടിൻ്റെ തലേ ഞായറാഴ്ചയും അതുപോലെ നല്ലൊരു ഉത്സവമായിരുന്നു. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ രാവിലെ ചായ ഉണ്ടാക്കുന്ന പരിപാടി, ചായ ഉണ്ടാവും, കടി ഉണ്ടാവില്ല വീട്ടിൽ. എല്ലാവരും കടയിൽ വന്നിട്ട് പൊറോട്ട മറ്റും വാങ്ങിക്കാൻ പോകാറ്. അന്ന് ഭയങ്കര ബഹളമായിരുന്നു കടയിൽ. ഒരു വ്യത്യസ്ത ദിവസം പോലെ ഞായറാഴ്ച എന്നുള്ള ദിവസം തന്നെ നല്ലൊരു തിരക്കുള്ള കടയായിരുന്നു. അന്ന് തലേ ദിവസം രാത്രി ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ പോയി നോക്കി. വലിയ ഒരു ഇതൊന്നും കണ്ടില്ല. ഈ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിലൊന്നും നമ്മളിവിടെ കണ്ടില്ല. പിറ്റേന്ന് അന്ന് വൈകുന്നേരം ഒരു 8 മണി കഴിഞ്ഞപ്പം നമ്മളെ കയ്യിൽ നിന്ന് പോയ പോലെ ആയി. ജൂലൈ 30 പുലർച്ചെ ഏറ്റവും ഭീകരമായ വിധത്തിലുള്ള ഒരു ഉരുൾപൊട്ടലിൻ്റെ വാർത്ത ലഭ്യമാകുകയാണ്. ആദ്യം ചെറിയൊരു ചലനമുണ്ടായി എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. പിന്നീട് നല്ല ഉരുൾപൊട്ടലായി എന്നും പുറത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അകത്ത് ഒറ്റ ശബ്ദത്തിന് ശേഷം പിന്നെ വെളിച്ചമൊന്നും കണ്ടിട്ടില്ല എന്നുമാണ്. ആ നേരത്ത് തന്നെ ജില്ലാ കളക്ടർ എന്നെ വിളിച്ച് വിവരം അറിയിച്ചു. പിന്നെ എഴുന്നേറ്റിരുന്ന് KSTMയുമായി കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കലെ 4 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച് ഇത്തിരി അപകടത്തിലേക്കാണോ പോകുന്നത് എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും ഞാൻ KSTMയുടെ ഓഫീസിലെത്തി. പിന്നെ ക്രൂരമായിട്ടുള്ള വാർത്തകളുടെ തുടക്കമാണ് കേൾക്കുന്നത്. സംഭവിച്ച് ഞാനൊരു 10:45 വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മേഘൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ് കേൾക്കുന്നത്. മുറ്റത്ത് ഇറങ്ങി നിന്നപ്പോൾ എൻ്റെ കാലിൽ കൊണ്ട് ഒരു കല്ലടിച്ചു. മുറ്റങ്കാലിൽ ഒരു കല്ലടിച്ചപ്പോൾ വെള്ളം കരങ്ങി വരുന്നു. ഞാൻ പറഞ്ഞു എന്തോ സംഭവിക്കുന്നില്ല, നമുക്ക് കാര്യം ചെയ്യാം, വേഗം ഇറങ്ങി നമുക്ക് പുറത്ത് പോവാം. ഭയങ്കര സൗണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ടായി. അപ്പോൾ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മുന്നിലും ബാക്കിലൊക്കെ പോയി. ഞങ്ങൾക്ക് ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ടോർച്ചെടുത്ത് എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ എല്ലാവരും വിളിച്ചുണർത്തി. ഞാൻ പറഞ്ഞു നമുക്കിവിടെ നിൽക്കാം, ഇത് കുറച്ച് കുറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ മരങ്ങളും പാറകളും കല്ലുകളും കാറുകളും വണ്ടികളും എല്ലാം നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ ഞാൻ ടോർച്ചടിച്ച് നോക്കുമ്പോൾ എല്ലാം പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ടോർച്ചും കയ്യിൽ ആ ഫോണ് മാത്രം എടുത്ത് ദൈവമേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഇറങ്ങി ആ അടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ കയറി ആ ടെറസിൻ്റെ മേലെ കയറി നിന്നപ്പോൾ പിന്നെയും ഭീകരതമായി വരുന്നതാണ്. ഞങ്ങൾക്ക് കാണാനും ശക്തിയില്ല, കേൾക്കാനും ശക്തിയില്ല. ഞങ്ങളാകെ തളർന്നുപോയി. നമ്മൾ ഈ പള്ളിയാണ് കാണുന്നത്. ഈ പള്ളിയിൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നബിദിനം ആഘോഷിക്കാറ്. പിന്നെ അമ്പല കമ്മിറ്റിയുടെ ഒക്കെ പായസം ഉണ്ടാവും. അന്ന് മുന്നിൽ നമ്മൾ രാജേട്ടൻ ഉണ്ടാവും, സുബ്രഹ്മണ്യേട്ടൻ ഉണ്ടാവും, ശിവേട്ടൻ ഉണ്ടാവും. ശിവേട്ടനൊന്നും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, പ്രമോദിനച്ചൊന്നും നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ മുന്നിൽ നിന്നിട്ട് പ്രശാന്ത് ഇവരൊക്കെ നിന്നിട്ടാണ് നമ്മളവിടെ പായസത്തിന് മുന്നിൽ നിന്ന് പായസം തരാൻ. ഞങ്ങൾക്ക് പതിനം കൊടുക്കാൻ നബിദിനത്തിന് പായസം കൊടുക്കണം. ഇനി ഈ പള്ളി പുറകെ തന്നെയാണ് ക്രിസ്ത്യൻ പള്ളിയുള്ളത്. ഒരു മതിൽ പോലും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. ഈ ക്രിസ്ത്യൻ പള്ളിക്കും മുസ്ലിം പള്ളിക്കും മതിലില്ല, വേലിയില്ല. അത്രയും ഒരു സ്നേഹത്തിൽ കഴിഞ്ഞൊരു നാടാത്. പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ക്രിസ്മസ് ആണെങ്കിൽ ഞാൻ കേക്ക് മുറിച്ചിട്ടും, നബിദിനാണെങ്കിൽ അമ്പല കമ്മിറ്റിയുടെ ഒക്കെ പായസവും, പിന്നെ ഇതാണെങ്കിൽ ഉത്സവമാണെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരെ വക അരി കൊടുത്തിട്ട് അന്നദാനത്തിലുള്ള അരി കൊടുത്തിട്ടൊക്കെ അങ്ങനെ ഒരു കഴിഞ്ഞൊരു നാട്. ഈ നാടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒച്ചയൊക്കെ കേട്ടിട്ട് പെണ്ണുങ്ങൾ വിളിക്കുന്നുണ്ട്, പോവാന്ന് പറയുന്നുണ്ട്. എവിടേക്കാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാത്ത രീതിക്കായിരുന്നു ഞങ്ങൾ. എന്നിട്ട് പിന്നെ ഞങ്ങൾ മേലേക്ക് ഓടി കയറി, ഒരു വീട്ടിനകത്ത് അങ്ങോട്ട് ഓടി കയറിയിട്ടാണ് അവിടെയാണ് നിൽക്കായിരുന്നു നേരം വിളിക്കണവരെ. ഇവിടെ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം. യഥാർത്ഥത്തിൽ ഈ പുഴയുടെ ഇപ്പുറത്ത് 512 പേർ തങ്ങിയിട്ടുണ്ട് എന്ന വിവരം കിട്ടുന്നു. പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ഒരു വലിയ ജനക്കൂട്ടം ഇപ്പുറത്ത് ഏത് വിധത്തിലും പ്രയാസകരമായിട്ടുള്ള അവസ്ഥയുമായി ഇതിനകത്ത് നിൽക്കുകയാണ്. മരണപ്പെട്ടവരുടെ നീണ്ട നിര, അവരുടെ പലരുടെയും മൃതശരീരങ്ങൾ ഈ മുണ്ടക്കയിലെ മസ്ജിദിൽ ഉൾപ്പെടെ കയറ്റിക്കിടത്തി അതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് അവർ നിരന്തരമായി അറിയിക്കുകയാണ്. അപ്പുറത്തേക്ക് ആളെ മാറ്റാൻ ഒരു വഴിയില്ല. NDRFൻ്റെ സംഘം എത്തുമ്പോഴേക്കും വല്ലാതെ വൈകും. SOG, പോലീസിൻ്റെ സൗകര്യങ്ങൾ, ഏതെങ്കിലും പ്രത്യേക വിധത്തിലുള്ള എൻജിനീയറിങ്ങിൻ്റെ പ്രാഗൽഭ്യമില്ലാത്ത സാധാരണക്കാരായ ഞങ്ങളെല്ലാവരും ചേർന്ന് വൈകുന്നേരം 5:30 മണിയോടെ പുന്നപ്പുഴയുടെ
ഏറ്റവും ഒഴുക്ക് കുറഞ്ഞുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ഥലത്ത് വടം കെട്ടി പല വിധത്തിലുള്ള ഏണികളും കോണികളും മുളകളും കവുങ്ങുകളും ഒക്കെ വെച്ച് മനുഷ്യർ കൈചാർത്ത് പിടിച്ചു നിന്നപ്പോൾ രാത്രി 7:30-കകത്ത് 498 പേരെ അക്കരയ്ക്ക് എത്തിക്കാനായി. പിറ്റേ ദിവസം ഞങ്ങൾ നേരം വെളുക്കുന്നവരെ 6 മണി വരെ ആ ഒരു കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു. 5:45 വരെ ആ കാട്ടിൻ്റെ ഉള്ളിൽ മഴയും നനഞ്ഞ് ഞങ്ങളൊരു 15 ആൾക്കാരുണ്ടായി. അവരെല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് പൈതങ്ങൾ വരെ ഉണ്ടായി, പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞ് വരെ ഉണ്ടായി. അതിനെയൊക്കെ ഞങ്ങൾ ഈ തുണി പിഴിഞ്ഞ് കൂട്ടിപ്പിടിക്കുക, അട്ട കയറി കടിച്ചിട്ടാണ് വയ്യ. ഒരു തുള്ളി ചൂട് വെള്ളം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഉരുളിങ്ങനെ പൊട്ടി വരുമ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ കുലുങ്ങും. അപ്പോൾ ദൈവത്തെ വിളിക്കും, ദൈവമേ നീ കൊണ്ടുപോവുകയാണെങ്കിൽ ഇനിയൊരു ദുരന്തം നമുക്ക് സഹിക്കാൻ വയ്യ, ഞങ്ങൾക്ക് ശക്തിയില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞ് കരഞ്ഞ് 5:45 വരെ അതിൻ്റെ ഉള്ളിൽ നിന്നു. അങ്ങനെ നേരം കുറച്ച് വെളിച്ചപ്പോൾ ഞങ്ങൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരോ വേലി, കമ്പി വേലികളാണ്, ഇതെല്ലാം കടന്ന് ഞങ്ങൾ അവിടെ ചായക്കാട്ടിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു നോട്ടം മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ. പിന്നെ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തി ഞങ്ങളെ കൊണ്ടുപോയി ആംബുലൻസിൽ കൊണ്ടുവന്നത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല. പിന്നെ ഈ ക്യാമ്പിൽ വന്ന് കിടന്ന് ഞാൻ 3 മാസം കൗൺസിലിങ്ങിന് പോയി. അത്രയും ഞാൻ മാനസികമായി തളർന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ. ഭക്ഷണം കിട്ടാത്തൊരു ദിവസം, വസ്ത്രങ്ങളില്ലാത്ത, പിന്നെ ആളുകൾ തരുന്ന സഹായത്തിന് ഈ വസ്ത്രങ്ങൾ കൊടുക്കുന്നതും എന്താ പറയുക, ഈ എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് സങ്കടം. എൻ്റെ ഭാര്യയും മോളും ഇങ്ങനെ ക്യാമ്പിലിരിക്കുക. അന്നേ വരെ അവൾ ഇട്ട ഡ്രസ്സല്ല പിന്നെ ഇടുന്നത്. അപ്പോൾ നമ്മളാ മനുഷ്യൻ്റെ ഒരു അവസ്ഥകളാണ് ആലോചിക്കുന്നത്. അവർ ഈ ആളുകൾ, നമ്മളെ ഈ സഹായിക്കുന്ന ആളുകൾ തന്ന വസ്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് പാകമാണോ അല്ലേ, അവരതുവരെ ഈ 1000-ന് 2000-ന് വന്ന ആളുകൾ എന്തെങ്കിലും വസ്ത്രം കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അതും ഇവരൊക്കെ ഇടുന്ന വസ്ത്രത്തിന് പോലെ അല്ല കിട്ടുന്നത്. ഞാൻ അന്നേരം ഇട്ടാണ്. പിന്നീട് ഞാൻ ഇടുന്ന ഒരു ബനിയനും, കൽപ്പന ടൗണിൽ കൂടെ ഞാൻ 1 മാസത്തോളം ബനിയനും ഒരു പഴയ തുണി എടുത്ത് നടക്കേണ്ട അവസ്ഥയായി. നമ്മളെ അവസ്ഥ അങ്ങനെയായി. പിന്നെ ഓരോരുത്തർ സഹായങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ നിലയിലേക്ക് എത്തിയത്. ജനങ്ങൾ നല്ലപോലെ, ഗവൺമെൻറ് കട്ടൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓഗസ്റ്റ് 25-നകം 18 ക്യാമ്പുകളിൽ നിന്നും ജനങ്ങളെ മാറ്റി സ്വന്തമായ വീടില്ലാത്തവർക്ക് ബന്ധുവീടുകളിലേക്ക്, സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകളിലേക്ക്, വിവിധങ്ങളായ വിധത്തിലുള്ള വാടക കെട്ടിടങ്ങളിലേക്ക്, വാടകയ്ക്കെടുത്ത വീടുകളിലേക്ക് 6000 രൂപ വീതം മുടങ്ങാതെ മാസം കൊടുക്കാം എന്ന ധാരണയിൽ അന്ന് എല്ലാവരെയും മാറ്റി. ആഗസ്റ്റ് 25-ാം തീയതിയാണ് ആദ്യഘട്ടത്തിൽ ക്യാമ്പുകളിലുണ്ടായ 18 ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നത്. നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും സർക്കാരിനോട്, ഞങ്ങൾക്ക് ആ പുതിയ വാതിൽ തുറക്കുന്നതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ പോകുന്നു. ഇനി കുറച്ച് നാളെങ്കിലും ജീവിക്കുള്ളൂ. അത് നല്ല രീതിയിൽ ആ വീട്ടിൽ ജീവിച്ച് സന്തോഷമായി ഞങ്ങൾക്ക് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഞങ്ങൾക്ക് ഇനിയൊരു ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ, ക്യാമ്പുകളിലെ മനുഷ്യർ, നഷ്ടപ്പെട്ടവരെ കുറിച്ചോർത്തുള്ള വിലാപങ്ങൾ, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന അറിവ്, ശരീരത്തിൻ്റെ ഓരോ അണുകളിലും ഉയർന്നു വരുന്ന വേദനയുടെ ക്രൂരത, എല്ലാ അർത്ഥത്തിലും ആ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനെയാണ് വീണ്ടും പണം കൊടുത്തു പലവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റി ഒറ്റപ്പെടുത്താൻ പാടില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത്. ആ വേദനകളുടെ നടുവിൽ നിന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്, നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാൻ നമുക്കാകില്ല, മരണപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെട്ടതാണ്, പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ ഒരിടത്തേക്ക് കൊണ്ടുവരാൻ മനുഷ്യസാധ്യമായതെന്തുണ്ടോ അതെല്ലാം ചെയ്യും എന്ന പ്രഖ്യാപനം. വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ പഠിത്തം അങ്ങോട്ട് മാറും, വലിയൊരു പ്രതീക്ഷയിലാണ്. നല്ല നിങ്ങളവിടെ പോയാൽ കാരണം ലോകോത്തര മാതൃകയിലാണ് ആ വീട് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളവിടെ വന്നു നോക്കിയാൽ അത് എത്രത്തോളം നല്ലൊരു വീടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. 2 ബെഡ്റൂമും 2 ഹാളൊക്കെ ഉള്ളൊരു വീടാണ്. 1000 സ്ക്വയർ ഫീറ്റിലാണ് ആ വീടുള്ളത്. പക്ഷേ ആ വീടിൻ്റെ മുന്നിൽ ടൈൽ ഇട്ടിട്ടുണ്ട്. വീട്ടിൻ്റെ മുന്നിൽ ചെറിയൊരു പൂന്തോട്ടം, പാർക്ക് പോലെ. അത് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇവിടെ എങ്ങനെയായിരുന്നോ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞത്, അതുപോലെ ഞങ്ങൾക്ക് അവിടെ കഴിയാൻ വേണ്ടിയിട്ട് അവിടെ ഗവൺമെൻറ് ചെറിയൊരു പാർക്ക് പോലെ എല്ലാ വീടിൻ്റെ മുന്നിലും ഓരോ ക്ലസ്റ്ററിൻ്റെ മുന്നിലും വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ വീട്. ഒരുപാട് സന്തോഷവും
ആ സന്തോഷമായ നിമിഷങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വീടുമാണ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ സർക്കാരിനോട് പറയാനുള്ളത്. ഒരുപാട് ഞങ്ങളെ കൂട്ടിപ്പിടിച്ചതിൽ ഒരുപാട് സന്തോഷമാണ്. എന്താ പറയേണ്ടതെന്ന് വാക്കുകളില്ല ഞങ്ങൾക്ക്. കാരണം അത്രയും ഞങ്ങളെ എല്ലാതും നോക്കി ഞങ്ങളെ കൈകാര്യം ചെയ്ത് തന്നിട്ടുണ്ട്. എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇതുപോലെ 410 വീടുകളാണ് ഈ നഗരത്തിൽ ഒരുങ്ങിയിട്ടുള്ളത്. വീടുകൾ മാത്രമല്ല, 410 വീടുകളോട് ചേർന്ന് കുടുംബാരോഗ്യ കേന്ദ്രം, മാർക്കറ്റ്, അംഗനവാടി, കളിക്കളം, ഫുട്ബോൾ ഗ്രൗണ്ട്, പൊതു ഇടങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, അങ്ങനെ തുടങ്ങി 35 സോണുകളിലായി 410 വീടുകൾ. എല്ലാ വീടുകൾക്കും 7 സെന്റ് ഭൂമി. നമുക്ക് വളരെ മനോഹരമായ 7 കൊല്ലം മുതൽ 20 കൊല്ലം വരെ ഗ്യാരണ്ടിയോടുകൂടിയുള്ള ഉപകരണങ്ങളടക്കം 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. മുകളിൽ 3 നില വരെ പണിയാൻ പറ്റുന്ന വിധത്തിൽ ഭദ്രമായിട്ടുള്ള അടിത്തറ, 2 കിലോവാട്ട് പവറുള്ള ഒരു സോളാർ പ്ലാന്റ് ഉണ്ട്. നേരെ റോട്ടിലേക്ക് കടക്കാവുന്ന ഗേറ്റ്. എല്ലാ സോണിലും വളരെ മനോഹരമായിട്ടുള്ള ഗ്രീനിഷ് ഏരിയ. ഇങ്ങനെ ചൂരൽമലയിലെ പുതുനഗരം ഒരുപക്ഷെ ദുരന്ത നിവാരണ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമാണെങ്കിൽ പോലും അത് വളരെ വ്യത്യസ്തമാവുകയാണ്. പഴുതടച്ചിട്ടുള്ള സംഘാടനവും ശ്രദ്ധേയമായിട്ടുള്ള ഡിസൈനും ഈ വീടുകളെ മനോഹരമാക്കുക മാത്രമല്ല ഉറപ്പുള്ളതാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഒരു ഡിസാസ്റ്റർ എഞ്ചിനീയറിംഗ് കൂടി ഇതിൻ്റെ ഭാഗമായി നാം കാണുന്നു. സർക്കാർ ഇതെല്ലാം നേതൃത്വം നൽകി എന്ന് ഞങ്ങൾ പറയുമ്പോൾ സർക്കാർ ഒരു പക്ഷമല്ല, എല്ലാവരുടെയും പക്ഷമാണ്. 3.25 കോടി വരുന്ന മലയാളിയുടെ പ്രതീകമാണ്. അത് എല്ലാ മലയാളിയുടെയും വികാരത്തോടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളത് ദുരന്ത നിവാരണത്തിനും ദുരന്ത ലഘൂകരണത്തിനും കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹനീയമായ ഒരു ലോകമാണ്. മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ആ ഗാനത്തിനു ശ്രുതിമീട്ടുന്നീ പുഴയിലെ ഓളങ്ങൾ, ആ നാദത്തിനു തുടികൊട്ടുന്നു വയനാടൻ മക്കൾ, വയനാടൻ മക്കൾ.